കാണും നാളെ സവിചോദീതഹീറം തന്നിൽ എല്ലാരും കൂടും സംഘത്തിൽ ഞാൻ വന്ന് കാണും. അദ്ദേഹം പറഞ്ഞു, മോനെ സർവലോക രക്ഷിതാവായ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന മാശറയിൽ വെച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ വെച്ചുകൊണ്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, സബിജോദീതാഹീറം തന്നിൽ എല്ലാരും കൂടും സംഘത്തിൽ ഞാൻ ചെന്ന് നാടും. ഒരുപാട് ആളുകൾ കൂടുന്ന സഭയാണല്ലോ മാശറ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ, അങ്ങേ എവിടെയാണ് ഞാൻ അന്വേഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇവരും മാടുക്കും സീറാത്തുകൾ ചെന്ന് നോട്, ഇല്ലെങ്കിൽ മീസാന് തട്ടുകൾ ചെന്ന് നാട്, സവിതരോട് പൂർവോദീ തൂക്കം 2 തട്ടുമായി 500 കൊല്ലം ദൂരമുണ്ട്. മോനെ സിറാത്തുൽ മുസ്തഖീമായ പാലത്തിന്റെ അവിടെ വന്ന് നോക്കണം. അവിടെയും കണ്ടിട്ടില്ലെങ്കിൽ മീസാൻ എന്ന് പറയുന്ന തുലാസ് ഉണ്ടല്ലോ, നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ്. ആ തുലാസിന്റെ ഭാഗത്ത് വന്ന് എന്റെ ഉപ്പയുണ്ടോ, അദ്ദേഹമുണ്ടോ, ഇബ്രാഹിമുണ്ടോ എന്ന് ചോദിക്കണം. അവിടെയും കണ്ടില്ല എങ്കിൽ കാണും മാലിക്കുന്റെ മുന്നിട്. അവിടെ നിന്നും കണ്ടില്ല എങ്കിൽ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ ഇബ്രാഹിമുണ്ടോ എന്ന് നോക്കണേ മോനെ എന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ്, ആ പ്രിയപ്പെട്ട പിതാവിന്റെ മകനായ അദ്ഹുമിനോട് പറയുകയാണ്. അപ്പൊ ചോദിക്കുന്നു, മകൻ ചോദിക്കുന്നു, ഉപ്പ എന്തും 2 സഫ് ഏത് സ്ഥാനത്താകും ബാബാവുമേനിപ്പ്. ഒരു ദോഷികളും മുഅ്മിനീങ്ങളായ ആളുകളും ദോഷം ചെയ്ത ആളുകളും ഉണ്ടാകുമല്ലോ. ഏത് ഭാഗത്താണ് ഞാൻ അങ്ങേ അന്വേഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട പിതാവ് പറയുന്നു, ദോഷികളുള്ള ഭാഗത്ത് അദ്ദേഹത്തിനെ നോക്കണം, ഇബ്രാഹിം അദ്ദേഹത്തിനെ നോക്കണം. അവിടെ കണ്ടില്ല എങ്കിൽ മുഅ്മിനീങ്ങളുടെ ഭാഗത്തേക്ക് അങ്ങ് പോകണം മോനെ എന്ന് ആ പ്രിയപ്പെട്ട പിതാവ് പറയുന്നു. ഇതൊന്നും കണ്ടില്ല എങ്കിൽ കണ്ടറിവാലിയുള്ള സന്തതി തന്റെ വാക്കാൽ കേട്ടൂരേ ദോഷികൾ കൂട്ടത്തിൽ ചെന്ന് നോക്കാൻ. അവിടെയൊന്നും കണ്ടില്ല എങ്കിൽ പാപികളായ ആളുകളെ കൂട്ടമായി നിൽക്കുന്ന ആ സഭയിലേക്ക് എന്റെ പ്രിയപ്പെട്ട മോനെ നിന്റെ ഉപ്പയുണ്ടോ എന്നൊന്ന് നീ അന്വേഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കും. നീ കാണാത്ത ഭക്ഷം നേരക വീട് കാക്കും നോട്ടക്കാരൻ മാലിക്കെന്നേ മാലക്കീനോട്. അവിടെ നിന്നും കണ്ടില്ല എങ്കിൽ നീ ചോദിക്കണം, മാലിക് അഥവാ നരകത്തെ കാക്കുന്ന മലക്കാണല്ലോ മാലിക് അലൈഹിസ്സലാം. നോക്കി നീ കാണാത്ത പക്ഷം നരക വീട് നോട്ടക്കാരൻ മാലിക്കെന്നേ മാലക്കീനോട്. പാപങ്ങളെ കല്ലുകളെയും മനുഷ്യരെയും കത്തിക്കുന്ന നരകാഗ്നിയിൽ നീ അന്വേഷിക്കണം. കല്ലുകളെയും മനുഷ്യരെയും കത്തിക്കുന്ന നരകാഗ്നിയിൽ ഇബ്രാഹിമിന് അദ്ദേഹം എന്ന് പറയുന്ന പാവിയായ ദോഷിയായ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടോ എന്ന് മോനെ നീ അന്വേഷിക്കണം. അവിടെ ഒന്നും കണ്ടില്ല എങ്കിൽ ജോക്കിയ വീട്ടിൽ നിന്ന് കണ്ടാലറിഞ്ഞോ സ്വർഗത്തിൽ കൊല്ലേ പോയി തീരഞ്ഞോ. ഈ പറയപ്പെട്ട സ്ഥലത്തുങ്കല് മീസാനത്തിലാസില് അതുപോലെ നരകത്തില് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിന്റെ ഉപ്പയെ കണ്ടില്ല എങ്കിൽ നീ സുഖലോക വീടായ സ്വർഗത്തിൽ പോയി അന്വേഷിക്കണേ മോനെ എന്ന് ഇബ്രാഹിം പറയുകയാണ്. കാലിയം സ്വർഗപ്പൂങ്കാവാതെ കൊള്ളേ പോയി തീരഞ്ഞോ. പിന്നെ പറയുന്നു, ഹകീമോൻ വേണ്ടോക വ്യത്യസ്താരത്തി കാണും കാര്യം
ഇൻഷാ അല്ലാഹ് അമാ ഖുദ്റയകൂനു അല്ലാഹു ഉദ്ദേശിച്ചതേ നടക്കൂ. എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്ത്, അല്ലാഹ് വേണ്ടുക വെച്ച സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം പിരിയാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ പ്രിയപ്പെട്ട മകൻ പറയുകയാണ്, ഉപ്പാ പോകല്ലേ ഉപ്പാ, എന്റെ ഉമ്മയും എന്റെ ഉമ്മാക്ക് അങ്ങേ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട മകനോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഇബ്രാഹിം വിഷമിച്ച് നിൽക്കുമ്പോൾ, പടച്ച റബ്ബേ, ഇതൊരു പരീക്ഷണമാണോ? ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടല്ലാണെന്ന് പോലത് ഭാര്യ, മക്കള്, സ്വത്ത്, രാജ്യം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിയതാണല്ലോ റബ്ബേ. ഇനി ഇതുപോലെ ഒരു തിരിച്ചുപോക്ക് അതെനിക്കൊരിക്കലും ചിന്തിക്കാൻ സാധ്യമല്ല. ഈ രൂപത്തിൽ എന്റെ മകൻ എന്നോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക്, ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് ഞാൻ എത്തപ്പെടുകയില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവസാനം കണ്ടറിവാനിയുള്ള സന്തതി തന്റെ വാക്കാൽ കൊന മണ്ണിൽ എന്നിൽ കൊനവാ നിന്റെ വാതിൽക്കാരുത്താമെന്നിൽ കൂടാതെ യാതൊരു ഹജത്തും ഇല്ല മണ്ണിൽ മണ്ണിലെ നീ മാറ്റി ചിന്താവാരും വാരയ്ക്ക്. റഹ്മാനായ റബ്ബേ, ഇനി മണ്ണിൽ, ഈ പ്രപഞ്ചത്തിൽ, ദുനിയാവിൽ എനിക്കൊരു മറ്റൊരു ചിന്ത വരുന്നതിന്റെ മുമ്പ് മകനെയോ എന്റെയോ നിന്നെ കൊള്ളപ്പിടിക്ക്. റഹ്മാനായ റബ്ബേ, എന്റെ ചിന്ത മാറുന്നതിന്റെ മുമ്പ് എന്റെ മകനെയോ എന്നെയോ നീ പിടിക്കണം. അഥവാ ഞങ്ങളെ ആരെങ്കിലും ആളുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് നീ പോകണം റബ്ബേ എന്ന് ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി മലക്കുകളുടെ സമീപമുള്ള കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ആദ്യം പറഞ്ഞത് ആദ്യം നാവും കടന്ന് മകൻ എന്നാണ്. നേരെ മറിച്ച് എന്നെയോ മകനെയോ എന്താണ്? അത് ഇബ്രാഹിം ദുആ ചെയ്തിരുന്നു എങ്കിൽ ഇബ്രാഹിം അതിനെ പിടിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ദുആ ചെയ്തത് മകനെയോ എന്നെയോ നിന്നെ കൊള്ളപ്പീരിക്ക്. മകനെയോ എന്റെ മകനെയോ എന്റെയോ റൂഹിനെ ഇവിടെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതാ വരുന്നു മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ പരിസരത്തേക്ക് ഇറങ്ങുന്നു. ആ പൊന്നുമോന്റെ, ആ യുവാവിന്റെ റൂഹിനെ പിടിക്കുന്നു. ആളുകളെ കലമുറയിട്ടുകൊണ്ട് കരയരുത് എന്ന് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് അദ്ദേഹം ആജ്ഞാപിക്കുന്നു. അങ്ങനെ ആ മകനെ മക്കയിൽ കബറടക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം വീണ്ടും സഞ്ചാരത്തിലേക്ക് പോവുകയാണ്. നടന്ന് സിറിയ, അതുപോലെ ഒമാൻ, സുൽത്താനത്ത് ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു. ചരിത്രത്തിലൂടെ അവസാനിപ്പിക്കുന്നു. അദ്ദേഹം മറത്ത് കിടക്കുന്നത് ഒമാനിലാണ്. ഒമാനിൽ മസ്കത്തിലെ സൂർ എന്ന സ്ഥലത്ത്, സൂർ എന്നൊരു സ്ഥലത്ത് ഒരു തടാകത്തിന്റെ അപ്പുറത്തായി അക്കല എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കബറിടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചെന്ന് കാണാനും അവരുടെ ദ്വാബർക്കത്ത് അവർക്കൊക്കെ വേണ്ടി അവരുടെ ചാരത്ത് കൊണ്ട് ദ്വാ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അവരുടെ